George Cock, Her, directed by Legend Joss. മനോരമ മാക്സിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് ഇതൊരു ആന്തോളജി എന്ന് വേണമെങ്കിൽ പറയാം. 5 സ്ത്രീകളുടെ 5 പെണ്ണുങ്ങളുടെ ജീവിതമാണ്, അവരുടെ കഥയാണ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അനീഷ് എം തോമസ്, അതുപോലെ ഇത് എഴുതിയിരിക്കുന്ന അർച്ചന വാസുദേവ്, ചന്ദ്രു സെൽവരാജാണ് DOP, കിരൺ ദാസ് എഡിറ്റിംഗ്, അതുപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഗോവിന്ദ് വസന്ത, MR രാധാകൃഷ്ണൻ സൗണ്ട് മിക്സിംഗ്. ഡില്ലൻ ടീമാണ്. നല്ല ടീമായതുകൊണ്ട് തന്നെ ടെക്നിക്കലി നല്ല വർക്കാണ്. ഇതങ്ങനെ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ വർക്ക് എന്നല്ല ഞാൻ പറയുന്നത്. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ടെക്നിക്കൽ ക്വാളിറ്റീസും കീപ്പ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഹെർ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓർമ്മ വരിക ഹോക്കിൻ ഫീനിക്സിൻ്റെ ഹെറാണ്. പക്ഷേ ഇത് നമ്മുടെ മലയാളത്തിലെ ഹെർ. ഈ സിനിമ ഒരു സ്ത്രീപക്ഷ സിനിമയാണ്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ. 5 സ്ത്രീകളുടെ ജീവിതം, അവരുടെ പെർസ്പെക്റ്റീവ്സ്, അവർക്കുണ്ടാവുന്ന വിവിധ തരത്തിലുള്ള പേഴ്സണലായിട്ടുള്ള സബ്ജക്റ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സ്ത്രീകളുടെ ജീവിതത്തെ നോക്കി കാണാം എന്നുള്ള ഒരു സൂചകം കൂടെ പല ഇടങ്ങളിലായിട്ട് തരുന്നുണ്ട്. പാട്രിയാർക്കിക്ക് എതിരായിട്ടുള്ള ഒരു സോങ്ങൊക്കെ ഉണ്ട്. ഇതിലെ സോങ് പൊതുവേ ഇദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദ് വസന്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസാണ്. അതോടൊപ്പം തന്നെ ഈ മറ്റേ ബാലകൃഷ്ണ പൊതുവാളിൻ്റെയൊക്കെ ചില സിനിമകളിലെ പാട്ടുകളിൽ അതുപോലെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ ഉണ്ട്. ലിജോ മോള് വരുന്ന ആ ഒരു ആന്തോളജിയിൽ അങ്ങനെ ഒരു പാട്ട് വരുന്നുണ്ട്. അതുകൂടാതെ പൊതുവിൽ ഇതിലുള്ള പാട്ടുകളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞ തുടക്കത്തിലുള്ള ഒരു പാട്ട്, അതിൽ കൃത്യമായിട്ട് പാട്രിയാർക്കിക്കെതിരെ സംസാരിച്ചുകൊണ്ട് നീ ഒരു ചാവയെ റീച്ചയോ ഹിസ്റ്റോറി അവൻ്റെ കഥ, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറി, വാരി എല്ലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതാ എല്ലുകൾ നുറങ്ങുന്നു ഞെരങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ പഴയ ഇന്ദ്രൻസിൻ്റെ അങ്ങനെയല്ല. ഇത് കൃത്യമായിട്ട് അവർ അങ്ങനെയാണ് തുടക്കം തന്നെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് നന്നായിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സിനിമയുടെ തുടക്കം തന്നെ. ഒന്നാമത്തെ സ്ത്രീ, ആ സ്ത്രീയെ അവതരിപ്പിച്ചിരിക്കുന്ന ഐശ്വര്യ രാജേഷാണ്. അവരുടെ ഒരു ആ ഡേയിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് അത് കാണിക്കുന്നത്. അവർക്കുണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റിയാണ്. ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് സബ്ജക്റ്റീവായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലും പൊതുവിൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ പൊതു ഇടത്തിൽ ഉണ്ടാകുന്നൊരു ഇൻസെക്യൂരിറ്റിയാണ്. എസ്പെഷ്യലി റിഗാർഡിങ് ദെയർ ഡ്രസ്സ്, അവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് സാരി പോലത്തെ ഒരു വസ്ത്രം ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീരിയസ്ലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സാരി ഉടുക്കുന്ന സ്ത്രീകൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്, ഞാനിവർ പറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അഗെയിൻ ഇത് മറ്റേ പീരീഡ്സിൻ്റെ മെൻസ്ട്രേഷൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. നോക്കുമ്പോൾ ഭാഗ്യത്തിന് അതല്ല. ക്ലീഷ ബ്രേക്ക് ചെയ്തിട്ട് ഇത് പാൻറ്റീസിനകത്ത് ഉറുമ്പ് പോകണമാണ്. ഇത് പറയുന്ന സമയത്ത് ഒരു തമാശയായിട്ടും ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. സീരിയസ്ലി ഇറ്റ്സ് എൻ ഇഷ്യൂ. അതായത് ഞാൻ ഉൾപ്പെടുന്ന ഒരു ആണിൻ്റെ ജെട്ടിക്കുള്ളിലാണ് ഉറുമ്പ് പോയതെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു നിന്ന് കൈയിട്ട് ഉറുമ്പിനെടുത്ത് നമ്മൾ കളയും. ഇറ്റ്സ് സോ ഈസി ആസ് ദാറ്റ്. പക്ഷേ സാരി ഉടുത്ത, എസ്പെഷ്യലി ഞാൻ സാരി ഉടുത്താൽ പറയാൻ കാരണം അതൊരു വല്ലാത്ത വേഷമായതുകൊണ്ടോ. ഇനി സാരിയല്ല, ഇനിയിപ്പം ജീൻസും ടോപ്പും അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും തന്നെ ഒരു പബ്ലിക് സ്പേസിൽ ഒരു സ്ത്രീക്ക് ഇത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, ഒരു ഇറിറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ഉറുമ്പിനെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടാസ്ക്കാണത്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഒന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ വരെയും സ്ത്രീക്ക് സൈഡിൽ നിന്ന് പിടിച്ചൊഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു വിഷയമാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ ഒരു സംഭവം ട്രിവാൻഡ്രത്താണ് നടക്കുന്നത്, ഈ ഡേ നടക്കുന്നത്. പക്ഷേ ഇത് വേറെ ഏതോ യൂണിവേഴ്സിറ്റി പോലെ ഇത്രയൊരു സ്ഥലം, മനുഷ്യന്മാർ എന്ന് കാണുന്നവരെല്ലാം ദുഷ്ടന്മാർ, എല്ലാവരും ദുഷ്ടന്മാർ. അത് ആണായാലും ശരി പെണ്ണായാലും ശരി, എസ്പെഷ്യലി ആണുങ്ങൾ. ഈ ഈ ഐശ്വര്യ രാജേഷ് അവതരിപ്പിച്ച കഥാപാത്രം ഓട്ടോക്കാരൻ നമ്മുടെ നമ്മുടെ മിന്നൻ മുരളിയിലെ ഷിബു ഗുരു സോമസുന്ദരം. ഓട്ടോക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആളാണ്, ചോര കുടിക്കുന്ന ആളാണ്, തുറിച്ച് നോട്ടം, ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഓട്ടോയുടെ ഗ്ലാസ്സിന് അകത്തൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീയെ. അപ്പോൾ അങ്ങനെ ഒരു ഷിബുവിൻ്റെ ഒരു അവസ്ഥയിലായിരിക്കണം. ഷിബുവിന് കിട്ടിയ ക്യാരക്ടറാണ് അത്. മിന്നൽ മുരളിയിലെ വില്ലനാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ സ്ത്രീക്ക് ഈ ഉറുമ്പിനെ കളയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇത് വേറെ ഏതോ യൂണിവേഴ്സ് പോലെ. ഈ സ്ത്രീ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിൽക്കുന്ന ആണുങ്ങൾ മുഴുവൻ എന്തോ ഏലിയൻസ്, ഭീകരന്മാർ, ഏതോ ഒരുത്തൻ അവിടെ തൂണും ചാരി നിൽക്കേണ്ട അവൻ ഭീകരൻ,
ബസ്സിൽ കയറാൻ പറയുന്ന പിന്നെ ക്ലീനർ ഭീകരൻ, ക്ലീനറോ കണ്ടക്ടറോ ആരോ ആയിക്കോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടോയ്ലറ്റിൽ, ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോകുമ്പോൾ സ്ത്രീകൾ എന്ന് വ്യക്തമായി എഴുതിയ ടോയ്ലറ്റിനകത്ത് ഒരു പുരുഷൻ സിഗരറ്റൊക്കെ വലിച്ച് പഴയ സിനിമയിൽ ജോസ് പ്രകാശ് പൈപ്പൊക്കെ കടിച്ച് വരും പോലെ ഒരുത്തൻ ഇറങ്ങി വരുന്നു. അവനെങ്ങനെ നോക്കുക, നിന്നെ ഞാനിപ്പോൾ റേപ്പ് എന്നുള്ള പോലെ ഇങ്ങനെ നോക്കുക. അപ്പം അങ്ങനെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ ഉണ്ടാകും. ഇനി ഏത് സ്ഥലമോ കേരളം ആയിക്കോട്ടെ, അങ്ങനെ സ്ത്രീകൾ എഴുതിയ ടോയ്ലറ്റിനകത്ത് കാര്യമായിട്ട് ഒരുത്തൻ അത് സിഗരറ്റും വലിച്ചിങ്ങനെ ഇറങ്ങി വരുമോ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അവനെ മാറിപ്പോകാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കുക്ഡപ്പായിട്ട് ഫോഴ്സ്ഡായിട്ട് ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു പ്രത്യേകതര ഒരു പാരലൽ സൊസൈറ്റി പോലെ ആയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഉറുമ്പെടുക്കുന്ന ആ സംഭവം അവരുടെ ഇൻസെക്യൂരിറ്റി, അവർക്കുണ്ടാവുന്ന ആ ഒരു ഫിസിക്കലായിട്ടുള്ള ലിമിറ്റേഷൻ നമ്മുടെ സൊസൈറ്റിക്കകത്ത് പൊതുവിൽ, അത് ഏത് സൊസൈറ്റിക്കകത്തായി കഴിഞ്ഞാലും സ്ത്രീകൾക്ക് ഓൾറെഡി ഇൻബോണായിട്ട് ഓർഗാനിക്കായിട്ടുള്ള കുറേ ഫിസിക്കലി ഉള്ള ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അത് അവർക്ക് ഉണ്ട്, അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന അരക്ഷിതാവസ്ഥ ആണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ ഒരാൾ പിന്നെ ഒരു വീട്ടിൽ പോയിട്ട് അവിടെ ടോയ്ലറ്റിൽ പോയിക്കോട്ടെ ചോദിക്കും, ആ സ്ത്രീയും കടക്ക് പുറത്ത്, കാരണം ഇവിടെ സ്ട്രേഞ്ചേഴ്സിനെ കയറ്റിയില്ല എന്ന് പറയുന്നു. ഇങ്ങനെ കാണിച്ച് പോവാണ്. ലാസ്റ്റ് ഗത്യന്തരമില്ലാതെ ഒരു ഉറുമ്പ് പാൻറ്റീസിനുള്ളിൽ എടുക്കുന്ന സ്ഥലത്താണ് ആ ഫസ്റ്റ് ആന്തോളജി അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ തുറച്ചുനോട്ടക്കാരൻ നോക്കുമ്പോൾ മുണ്ട് പൊക്കി എടുത്തിട്ട്, അതായത് ഇതൊക്കെ പിന്നെ ഒരുപാട് സംസാരിച്ച വിഷയമാണ് എങ്കിലും ആണുങ്ങൾ മുണ്ട് പൊക്കി കൊടുക്കുന്നു. അപ്പോൾ അത് ന്യൂഡിറ്റി പ്രദർശനമല്ലേ? അപ്പോൾ സ്ത്രീകൾ ഇത് പൊക്കുമ്പോൾ എന്തുകൊണ്ട് അത് മാത്രം ന്യൂഡിറ്റി പ്രദർശനം, തുറച്ചു നോട്ടം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. അത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കുറേ പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ മുണ്ട് താഴ്ത്തുകയും ഈ സ്ത്രീ വളരെ പ്രൗഡായിട്ട് നടന്നു പോകുന്നതാണ് ഒന്നാമത്തെ ആന്തോളജി. എനിക്ക് ഈ മൊത്തം ഇതിൽ കാണിച്ചാൽ, ഈ 5 പെണ്ണുങ്ങളെ കാണിച്ചാൽ ഏറ്റവും സൂപ്പർഫിഷ്യലായിട്ട്, ഏറ്റവും പെരിഫറലായിട്ട്, യാതൊരു ഡെപ്തും ഇല്ലാതെ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വളരെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഫോഴ്സ്ഫുള്ളി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒന്നാമത്തെ സാധനം. ഈ ഐശ്വര്യ രാജേഷ് അവതരിപ്പിച്ച കഥാപാത്രമുള്ള ഫസ്റ്റ് ആന്തോളജി എന്ന് പറയുന്ന സാധനം. അത് ഓക്കെ, പറഞ്ഞ വിഷയം റിലവൻ്റാണ്, അത് അന്നും റിലവൻ്റ്, ഇന്നും റിലവൻ്റാണ്, നാളെ റിലവൻ്റ് ആയിരിക്കും. പക്ഷേ അത് ഇങ്ങനെ പറഞ്ഞ രീതി എനിക്ക് പേഴ്സണലി ഐ ഡിഡ്ന്റ് ലൈക്ക് ദാറ്റ്. ഈ ആന്തോളജിയിൽ ഏറ്റവും വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതും ഈ ഒന്നാമത്താണ്. രണ്ടാമത്തേത് വളരെ ലൈറ്ററാണ് കമ്പയർഡ് ടു ദ ഫസ്റ്റ് വൺ. ഒരു വ്ളോഗർ, ഓൾസോ എ പ്രൊഡ്യൂസർ, സ്ത്രീയാണ്, രമ്യ നമ്പീശൻ. അപ്പോൾ അവർ വളരെ വെൽത്തി ആയിട്ടുള്ള പ്രൊഡ്യൂസറാണല്ലോ, അപ്പോൾ വെൽത്തി ആയിരിക്കുമല്ലോ. അവരുടെ ഫാമിലി റോണി ഡേവിഡ്, അദ്ദേഹമാണ് ഭർത്താവായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ ജീവിതം അതിൽ പ്രധാനമായിട്ടും ഈ ഒരു എപ്പിസോഡിൽ, അല്ലെങ്കിൽ ഈ ഒരു പിന്നെ സ്ത്രീയുടെ ലൈഫിലൂടെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ വ്ളോഗേഴ്സ് എത്രമാത്രം ഫേക്കാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ എഡിറ്റ് ചെയ്തതിന് ശേഷം കാണുന്ന യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലോ കാണുന്നതല്ല യഥാർത്ഥത്തിലുള്ള അവർ പട്ടി ഷോ ആണ്. ലൈക്ക് ദേ ആർ ഷോയിങ് ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് മെനി തിങ്സ്. അത് എന്തോ പണമാവാം, അവരുടെ ഫെയിം ആവാം, അവരുടെ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാനാവാം, അങ്ങനെയൊക്കെ അവരുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ് കാണിക്കുന്നത്. ഈ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, അത് പിന്നെ കണ്ടു കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ അവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചില പിന്നെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ലൈറ്ററാണ് സാധനം. ഇതിൽ സാബുമോനുണ്ട്, സേതുലക്ഷ്മി അമ്മയുണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നു പോകുന്നുണ്ട്. രാജേഷ് മാധവൻ ഒരു എഡിറ്ററായിട്ട്. അങ്ങനെ വളരെ ഇത് കുറച്ച് ലൈറ്ററാണ്, നൈസാണ്, അങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടങ്ങ് പോയിട്ടുള്ള ഒരു വ്ളോഗറുടെ, ഒരു സ്ത്രീ പ്രൊഡ്യൂസറുടെ ലൈഫ് കാണിക്കുന്നതാണ് രണ്ടാമത്തേത്. കൂട്ടത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് മൂന്നാമത്തേത്. പ്രതാപ് പോത്തനും ഉർവശിയുള്ളത്, പ്രായമായിട്ടുള്ള ഒരു കപ്പിൾ, അവർക്ക് കുട്ടികളില്ല. അത് ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്, വിശേഷമുള്ളവർക്കേ അതിൻ്റെ കാര്യം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഉർവശി പറഞ്ഞിട്ട് ഹൗ നാച്ചുറലിഷ് ഒരുമാതിരി പിന്നെ എന്താ അത് എങ്ങനെയാണ് ഒരാളിങ്ങനെ അഭിനയിക്കുന്നത്. ഞാനിങ്ങനെ ഉർവശി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു, എത്ര നിസാരമായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. പക്ഷേ അവർ അഭിനയിക്കുന്നവർ അഭിനയമുണ്ടല്ലോ, കാരണം അവരുടെ ചെറിയൊരു ചിരി, ആകാംക്ഷ, അവരൊരു ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോഴൊരു കൗതുകം അവർക്കുണ്ടാവും, അത് വളരെ മൈന്യൂട്ട് മൈക്രോ ന്യൂവാൻസസ് ആണ് അവരുടെ ഫേസിൽ വന്നു പോകുന്നത്. ഓൾസോ ഡബ്ബിങ്, ഇതിൽ പ്രതാപ് പോത്തന് ഡബ് ചെയ്തിരിക്കുന്ന മഹേഷ് കുഞ്ഞുമാണ്. ഞെട്ടിപ്പോയി ഞാൻ. പ്രതാപ് പോത്തൻ അല്ല എന്ന് പ്രതാപ് പോത്തൻ പോലും പറയില്ല, ഒറിജിനൽ ദാൻ പ്രതാപ് പോത്തൻ, അങ്ങനെയാണ് മഹേഷ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഹൗ ടെക്നോളജി ഇൻ്റർവീൻസ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ് എന്നുള്ളതാണ്. അത് ടെക്നോളജി രണ്ടുപേർക്കിടയിലേക്ക് വരുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഇമ്പാക്ട്സും അത് ഓവർകം ചെയ്യുന്നതൊക്കെയാണ്. ഇത് വളരെ നൈസായിട്ടും എസ്പെഷ്യലി ഉർവശിയുടെ പെർഫോമൻസ് കൊണ്ട്
ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നിയിട്ടുള്ള ഒരു പരിപാടിയാണിത്. ഉർവശിയാണ് ഇതിലുള്ള സ്ത്രീ, മൂന്നാമത്തെ സ്ത്രീ. നെക്സ്റ്റ് സ്ത്രീ എന്ന് പറയുന്നത് ലിജോ മോൾ ചെയ്തിട്ടുള്ള കഥാപാത്രമാണ്. അവരുടെ ആ സ്ത്രീയുടെ ലൈഫാണ്, അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ലിജോ മോളെ കൂടാതെ മാലാ പാർവതിയുണ്ട്, ശ്രീകാന്ത് മുരളിയുണ്ട്, പിന്നെ അനന്ത് ജോജോ ആൻ്റണി എന്നാണ് തോന്നുന്നു ചെറുപ്പക്കാരൻ, അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. കാരണം ഇതിൽ കാണിക്കുന്നത് രണ്ട് വ്യക്തികൾ, ഒരു പുരുഷനും ഒരു സ്ത്രീയും. അപ്പോൾ അവർ വിവാഹം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൽ ഉന്നയിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹത്തിന് മുൻപ്, ഇപ്പോൾ വിവാഹം എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് കൂടിയാണല്ലോ. അപ്പോൾ വിവാഹത്തിന് മുൻപേ നമ്മൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് ആവണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ തമാശയ്ക്ക് പലരും ചോദിക്കാറുണ്ട്, ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും സ്ഥിതി. അപ്പോൾ ഇതിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പിന്നെ ഒരു ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ട് കിടന്നുറങ്ങുന്ന ഒരു ടിപ്പിക്കൽ പുരുഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അത് മേ ബി നോട്ട് അബൌട്ട് ദ ഡ്യൂറേഷൻ, ആ ടൈമിങ്ങിനെ കുറിച്ചായിരിക്കുമല്ലോ ഇവർ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഒരാൾക്ക് ഫിസിക്കലി ഉണ്ടാകുന്ന അറ്റാച്ച്മെൻറ്റ്സ് ഇറ്റ്സ് ഓൺലി അബൌട്ട് ബോഡി, അങ്ങനെ കഴിഞ്ഞാലുണ്ടാവുന്ന ഒരു ദുരവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്നുള്ളതാണ്. ഇവിടെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ മാത്തൻ്റെ സിനിമയുണ്ടല്ലോ മായാനദി, അതിൽ വളരെ ഡിസ്കസ് ചെയ്യപ്പെട്ടുള്ള ഒരു സംഭവമാണ് സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്നുള്ളത്. അത് ഐശ്വര്യലക്ഷ്മിയുടെ കഥാപാത്രം പറഞ്ഞപ്പോൾ അത് പ്രശ്നമായില്ല. അത് മാത്തനാണ് പറഞ്ഞതെങ്കിൽ എങ്ങനെ എടുക്കുമായിരുന്നു എന്നുള്ള വലിയ ഡിസ്കഷൻ നടന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ടെസ്റ്റ് അടിച്ചിട്ട്, വിവാഹത്തിന് മുമ്പ് ടെസ്റ്റ് അടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർകോഴ്സ് ഉണ്ടായിട്ട് അത് തിരിച്ചാണെങ്കിൽ ഓൺ ദ അതർ വേ അറൗണ്ട് ആണ് സംഭവിക്കുന്നതെങ്കിൽ, ഈ പുരുഷ കഥാപാത്രമാണ് സ്ത്രീ ബെഡിൽ കൊള്ളൂല അല്ലെങ്കിൽ നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് അതെങ്ങനെ എടുക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് സ്വാഭാവികമായിട്ടും തോന്നി. പിന്നെ ഇവർ ഇങ്ങനെ നിർത്തിപ്പോരുന്ന സമയത്ത്, സ്ത്രീ നിർത്തിപ്പോരുന്ന സമയത്ത് അതിന് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നും, അല്ലാത്ത സമയത്ത് മീ ടു മറ്റേത് മയിലാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് മ്യൂച്വൽ കോൺസെൻറ്റോട് കൂടി പിന്നെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നെ മീ ടു വരുന്ന ഏർപ്പാടുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ പീഡനത്തെക്കുറിച്ചല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. സ്റ്റിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് വണ്ണായിരുന്നു. ദ ലാസ്റ്റ് വുമൺ ഇൻ ദി സിനിമ, രുചി എന്ന പേരുള്ള ഒരു സ്ത്രീ, പാർവതി തിരുവോത്ത് അവതരിപ്പിച്ച കഥാപാത്രം. ഒരു MNCയിലോ മറ്റോ വർക്ക് ചെയ്യുന്ന സ്ത്രീയാണ്, ഫ്ലാറ്റിലാണ് താമസം. പിന്നെ ഇതിൽ ഞാൻ ഉടനീളം ശ്രദ്ധിച്ചൊരു കാര്യം, ആട്ടായിരിക്കാം, എന്നിരുന്നാൽ കൂടെ എല്ലാ വീടുകളും അതിമനോഹരം. അതായത് വീട് കാണുമ്പോൾ തന്നെ അവിടെ കാര്യം താമസിക്കുന്നത്, എസ്പെഷ്യലി അവിടെയുള്ള ആ ഒരു പച്ചപ്പുണ്ടല്ലോ, ചെടികൾ വെച്ചിട്ടുള്ള പരിപാടി, അത് അടിപൊളിയായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ആഹാ എന്ത് രസം വീട് കാണാൻ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പാർവതിയുടെ ഫ്ലാറ്റാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ പിന്നെ രുചി എന്ന് പറയുന്ന കഥാപാത്രം പാർവതി. അപ്പോൾ അതൊരു ടെൻഷൻ ക്രിയേറ്റിംഗ് സംഭവമാണ്. ലാസ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾക്കൊരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് പിന്നെ മറ്റുള്ള മുൻപ് കാണിച്ചിട്ടുള്ള സ്ത്രീകളുടേതല്ലാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവസാനം ഈ സ്ത്രീകളെല്ലാം, ഈ 5 സ്ത്രീകളും കണക്റ്റഡ് ആവുന്നുണ്ട്. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം തുടക്കം മുതലേ നമ്മൾ കണ്ടു വന്നിട്ടുള്ള കാര്യം എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ അവസാനം ഈ മറ്റേ ഈ റുബിക്സ് ക്യൂബ് റെഡിയാക്കിയ പോലെ അങ്ങനെ സംഭവമൊന്നുമല്ല. ഇതിങ്ങനെ നൈസായിട്ട് അതിങ്ങനെ കണക്ട് ചെയ്ത് പോയി കാണിച്ചു. പിന്നെ ലാസ്റ്റ് ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പും കാണിക്കേണ്ട. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു തരുമ്പം ഈ പുരോഗമനം എല്ലാം പറയുന്ന സമയത്ത് എല്ലാം അഡ്രസ്സ് ചെയ്യണമല്ലോ, എല്ലാം മീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ലെസ്ബിയൻ പരിപാടി കൂടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഇസ്ലാമോഫോബിയെക്കുറിച്ച് ഉള്ള എന്തെങ്കിലും ഒന്നും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് കളറായേനെ. എന്തായി കഴിഞ്ഞാലും അപ്പാർട്ട് ഫ്രം ജോക്സ്, ഇത് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്ന, ഓരോ സ്ത്രീകളിലൂടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് റെലവൻ്റാണ്. അറ്റ് ദ സെയിം ടൈം അവരുടെ പെർസ്പെക്റ്റീവാണ്. ഒരു സ്ത്രീപക്ഷ സിനിമയാണ്. പിന്നെ നല്ല ഒരു സമാധാനത്തിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. എസ്പെഷ്യലി ഇതിൻ്റെ കട്ട്സായി കഴിഞ്ഞാൽ, ഷോർട്ട്സായി കഴിഞ്ഞാലൊക്കെ തന്നെ യാതൊരു വെപ്രാളമില്ല. നമുക്കിങ്ങനെ പെർഫോമൻസസും ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സിനിമയാണ്. പിന്നെ നമ്മുടെ ഷിബു, തുറിച്ചു നോട്ടക്കാരൻ ഷിബ, ഗുരു സോമസുന്ദരം, ലാസ്റ്റ് മമിത വന്ന് നോക്കി പേടിപ്പിക്കുമ്പോഴേ മമിത വരുന്നുണ്ട് ഒരു ക്യാമിയായിട്ട്. ഷിബു ഓട്ടോയുടെ ഇങ്ങനെ വെച്ച ഗ്ലാസ് ഷിബു തിരിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട്. കൊഞ്ചം ഓവറായി തരില്ലേ, അങ്ങനെ എന്തായാലും ഷിബു വെക്കൂല. ഇങ്ങനെ വെച്ചത് ഷിബു നേരെയാക്കി വെച്ചാൽ മതിയായിരുന്നു. അത് പക്ഷേ അത് ഇങ്ങനെയാണ്, പെണ്ണിനെ ഇങ്ങനെ ചോര കുടിക്കുന്ന അമ്മമാർക്ക് ഒരു അടി കിട്ടിയ പോലെ ആയിരിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതങ്ങനെ തന്നെ വേണം, അത് പ്രതികരിക്കണം, അവിടെ ക്വസ്റ്റ്യൻ ചെയ്യണം.
നേരെ നോക്കി വണ്ടി ഓടിക്കണം എന്ന് പറയാൻ തന്നെ വേണം. അത് ആണ് വേണ്ടത്. പക്ഷേ ഇത് ഇങ്ങനെ ഷിബുവിനെ കൊണ്ട് ഇങ്ങനെ ആക്കി ഷിബു അയ്യോ പറഞ്ഞ ഷിബു സാഷ്ടാംഗ ഷിബു അന്തളവക്ക് കാണിച്ചിട്ടുണ്ട്. എന്തായാലും കുറേ ഉറുമ്പുകളിൽ നിന്ന് തുടങ്ങി ഉറുമ്പുകളിൽ അവസാനിപ്പിക്കുന്ന ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഒക്കെ ഉള്ള ഒരു സിനിമ. എന്തായാലും ഡയറക്ടറായാലും റൈറ്ററായി കഴിഞ്ഞാലൊക്കെ തന്നെ നല്ല രീതിക്ക് പണി അറിയുന്ന ആൾക്കാരാണ്. ഇറ്റ് വാസ് എ ഗുഡ് വൺ ടു വാച്ച്.